പ്രതിപക്ഷ ഉപനേതാവ് പദവി ചൊല്ലിയുള്ള കടുംപിടുത്തത്തിൽ നിന്ന് CPI പിന്മാറി. ഉപനേതാവ് പദവിയിൽ തീരുമാനമാകും വരെ മുന്നണി യോഗമോ നിയമസഭാ യോഗമോ ചേരാൻ കഴിയില്ലെന്നുള്ള നിലപാടിലാണ് അയവ് വരുത്തിയത്. മുന്നണി യോഗം ചേരുന്നതിൽ തടസ്സമില്ലെന്നും എന്നാൽ സംയുക്ത നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നുമാണ് പുതിയ നിലപാട്. ഉപനേതാവ് CPIക്ക് വേണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF രാഷ്ട്രീയത്തിൻ്റെ ശരിയും ശക്തിയുമെല്ലാം CPIക്ക് അറിയാം. അതുകൊണ്ടാണ് CPI പറഞ്ഞത് LDFിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടക പാർട്ടിയായ CPIക്ക് അസംബ്ലിയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടതും ആ കാരണം കൊണ്ടാണ്. ആ നിലപാടിൽ മാറ്റമില്ല. ഇതല്ല ചർച്ച വന്നാൽ ഞങ്ങളുടെ ബന്ധം നല്ല ബന്ധമാണ്. LDFിലെ ഓരോ പാർട്ടിയോടും CPIക്ക് ഉറ്റ ബന്ധമുണ്ട്. ഓരോ പാർട്ടിയോടും ആ ബന്ധമെല്ലാം CPIക്ക് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. CPIക്ക് LDFിൻ്റെ രാഷ്ട്രീയം നല്ലവണ്ണം അറിയാം. CPIക്ക് LDF എന്നാൽ എന്താണെന്നും അറിയാം. CPIക്ക് അക്കാര്യം ആവശ്യപ്പെടാമെന്നും ചർച്ചകൾ തുടരുമെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കടുംപിടുത്തത്തിൽ നിന്ന് CPIയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു അയവുണ്ടായിരിക്കുകയാണ്. എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അരുൺ? പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ തീരുമാനമാകാതെ വിട്ടുവീഴ്ച വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് CPIയുടെ നേതൃയോഗങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർ പുറമേ പറയുന്നത് ഒരു കാരണവശാലും അത് പിന്നോട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ നിയമസഭ നിലവിൽ വന്ന ശേഷം ഒരു തവണ പോലും ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. സംയുക്ത നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. CPI ഇടതുമുന്നണിയുടെ വിശദമായ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനവും ഇതുവരെ സാധ്യമായിട്ടില്ല. കാരണം ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കമാണ്. ഉപനേതാവ് സാധാരണ CPM കൈവശം വയ്ക്കുന്ന പദവിയാണ്. ഇത്തവണ തങ്ങൾക്കത് വേണമെന്ന് മാധ്യമങ്ങളോടാണ് ആദ്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. അത് CPM വലിയ അലോസരമുണ്ടാക്കി. മുന്നണി ചർച്ച ചെയ്ത മുമ്പേ CPMനോട് ആവശ്യപ്പെടും മുമ്പേ മാധ്യമങ്ങളോട് ബിനോയ് വിശ്വം അത് പറഞ്ഞത് ശരിയായില്ല, മുന്നണി മര്യാദയുടെ ലംഘനം എന്ന നിലപാടിലേക്ക് CPM പോയി. അങ്ങനെ രണ്ടു പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടലായത് മാറി. മുന്നണി യോഗമോ അതുപോലെ നിയമസഭാ കക്ഷി യോഗമോ ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല. പക്ഷേ ഒരു വിട്ടുവീഴ്ച CPI ഇവിടെ ചെയ്യുന്നത് മുന്നണി യോഗം ചേരാം, മുന്നണി യോഗത്തിന് ഇത് തടസ്സമാകണ്ട. കാരണം സർക്കാർ നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറുന്നുവെന്ന് ഇരു പാർട്ടികളും വിലയിരുത്തി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടതെങ്കിലും പതിയെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുകയാണെന്ന് ഇരു പാർട്ടികളും തിരിച്ചറിയുന്നു. അങ്ങനെ വരുമ്പോൾ മുന്നണി യോഗം പോലും ചെയ്യാൻ കഴിയാതെ പലപ്പോഴും പ്രതിപക്ഷ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് മുന്നണി യോഗം പോലും ചെയ്യാൻ കഴിയുന്നില്ല? ആ ഒരു പാർട്ടിയാണോ UDF വിമർശിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രിയിൽ നിന്നും UDF നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മുന്നണി യോഗം ചേരുന്നതിൽ തടസ്സമാകേണ്ട, ഈ ഒരു അതൃപ്തി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നണി യോഗം ചേരാം, പക്ഷേ നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ CPI സ്വീകരിക്കുന്നത്. അതായത് അവർ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് മുന്നണി യോഗം ചേരാം. കാരണം മുന്നണിയുടെ യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾ ആവശ്യമുള്ള പല വിഷയങ്ങളുണ്ട്. വിഴിഞ്ഞമടക്കം വിഷയങ്ങൾ ഉയർന്നു വന്നെങ്കിലും അവിടെയൊക്കെ ഇരു പാർട്ടികളും വെവ്വേറെ പ്രത്യേകം യോഗങ്ങൾ ചേരുകയായിരുന്നു. ഇതിൽ കടുത്ത അതൃപ്തി മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കുണ്ട്, ചെറു കക്ഷികൾക്കുണ്ട്. അവരുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഇപ്പോൾ മുന്നണി യോഗം ചേരുന്നത്. രണ്ടു പാർട്ടികളും അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. പക്ഷേ പൊതുവിൽ പറയുമ്പോൾ ഉപനേതാവ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI പറയുന്നു. ഉപനേതാവ് നൽകാൻ കഴിയുന്ന നിലപാട് CPM ഉറച്ചു നിൽക്കുന്നു. അതിലൊരു പിന്നോട്ട് പോക്ക് രണ്ടുപേർക്കും പൂർണ്ണമായുമില്ല. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് രണ്ട് പാർട്ടികൾ തയ്യാറാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 17-ന് അടുത്ത തിങ്കളാഴ്ച ഇടതുമുന്നണിയുടെ യോഗം ചേരുന്നത്. വലിയ 100 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇടതുമുന്നണി യോഗം ചെയ്തത്. വലിയൊരു ഗ്യാപ്പ് യോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുന്നണിയാണ്, പ്രതിപക്ഷ മുന്നണിയാണ്. ആ മുന്നണിക്ക് സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ സമരം ചെയ്യാൻ, പ്രതിഷേധിക്കാൻ കിട്ടിയിട്ടും ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് പോലും കഴിയാത്ത വിധം മുന്നണി ദുർബലമായി മാറിയത് കടുത്ത അമർഷവും അതൃപ്തിയും മറ്റു പാർട്ടികൾക്കുണ്ട്. ഇരു പാർട്ടികളിലെ ഒരു വിഭാഗത്തിലുമുണ്ട്. അങ്ങനെയാണ് ഈ വ്യത്യസ്ത അഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട് അതിലെ കടുംപിടുത്തം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നണി യോഗം തിങ്കളാഴ്ച ചേരാൻ ഇപ്പോൾ ഇടതുമുന്നണിയിൽ ധാരണയായിരിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.